നമ്മൾ ഈ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സ്ത്രീക്കോ പുരുഷനോ താൻ കല്യാണം കഴിച്ച് മുന്നോട്ട് ജീവിക്കുന്ന സാഹചര്യത്തിൽ തൻ്റെ പങ്കാളിയെ വേണ്ടെന്ന് ചിന്തിക്കാൻ പല കാരണങ്ങളുമുണ്ട്. പല പല കാരണങ്ങളുമുണ്ട്. എന്ന ഒരു ബുക്ക് വായിച്ചു എന്ന കാരണത്താൽ എൻ്റെ പങ്കാളി എനിക്ക് വേണ്ട എന്ന് ചിന്തിച്ച ഒരാളെ നിങ്ങൾക്കറിയാമോ? പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ. ഒരു ബുക്കിനെ ആധാരമാക്കി ആ ബുക്ക് കൊടുത്ത മോട്ടിവേഷനിൽ ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്തു. ഈ വിഷയത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തവരോ കണ്ടവരോ കാണാത്തവരോ ആരെങ്കിലും ആയിക്കോട്ടെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് പ്രസ് ചെയ്യുക, മറ്റേ ഹൃദയമായിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഇടുക. കൂടുതൽ അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വിഷയം എടുത്തതിനകത്ത് ഈ വിഷയത്തെ മാത്രം നിങ്ങൾ കാണുക. ഞാൻ ഈ വ്യക്തിയോ ഈ വ്യക്തിയുടെ തീരുമാനങ്ങളെയോ ഒന്നുമല്ല തെറ്റ് പറയുന്നത്. സംഭവം ഇത്രേ ഉള്ളൂ. പുള്ളിക്കാരി ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്നത്, ഞാൻ പേരോ നാളോ ഊരോ ഒന്നും പറയുന്നില്ല, ഇൻസ്റ്റാഗ്രാമിൽ കണ്ട സാധനമാണ്. പേരൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറയാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ഈ വിഷയത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പുള്ളിക്കാരി വിവാഹ ജീവിതത്തിലേക്ക് കടക്കും. വിവാഹ ജീവിതത്തിൽ വളരെയധികം മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. മോശം അനുഭവമൊക്കെ നമുക്ക് കേൾക്കാട്ടോ. ആ അനുഭവമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരി ഒരു ബുക്ക് വായിക്കുകയും ആ ബുക്കിനെ ആസ്ഥാനമാക്കി ആ ബുക്കിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഭർത്താവിനെ വേണ്ട, കളയാം എന്ന് ചിന്തിച്ചു. എങ്ങനെ കളയാം എന്ന് ചിന്തിച്ചു? ഈ കളയാമാണ് എൻ്റെ പ്രശ്നം. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടൊന്ന് റിയാക്ട് ചെയ്യാം കേട്ടോ, കേട്ടോക്കാം. എനിക്ക് ആസ്മി ക്വസ്റ്റ്യൻ പോസ്റ്റ് ഇട്ടപ്പോഴത്തേനും എനിക്ക് വന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഡിവോഴ്സ് ആയതിന്റെ ജസ്റ്റ് ഒരു റീൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്തു എന്നാണല്ലോ ചോദിച്ചിട്ടുള്ളത്. 19ാമത്തെ വയസ്സിലായിരുന്നു ഞാൻ എങ്ങനെ സർവൈവ് ചെയ്തു എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ ആ സർവൈവിംഗ് ആണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് മാരേജ് എന്ന് പറയുന്നത് പിന്നെ കോളേജിൽ തേർഡ് ഇയർ പഠിക്കുമ്പോഴായിരുന്നല്ലോ ഫസ്റ്റ് മാരേജ്. അപ്പോൾ ആ ടൈമിൽ കോളേജിൽ പോകുന്നു വരുന്നു അങ്ങനെയുള്ള കുറച്ച് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ആ ഒരു ടൈമിലൊന്നും എൻ്റെ എക്സ് ഹസ്ബൻഡിനെ കളയണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മൈൻഡിലോട്ട് ഒരിക്കൽ പോലും എക്സ് ഹസ്ബൻഡിനെ കളയണമെന്നൊരു ചിന്ത എനിക്ക് വന്നിട്ടില്ല. എക്സ് ഹസ്ബൻഡിനെ എന്തിനും കളയണം. നമുക്ക് ഒന്നുകൂടെ കേൾക്കാം. ഈ കളയണമാണ് എനിക്ക് പ്രശ്നമായി കേട്ടോ. എക്സ് ഹസ്ബൻഡുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോകില്ല, അതിൽ നിന്ന് നമുക്ക് ഒരു ഡൈവോഴ്സിലേക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അതെനിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടൊരു സാധനമായിരുന്നു. എക്സ് ഹസ്ബൻഡിനെ കളയണം എന്ന് ഞാൻ ചിന്തിച്ചു. ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു പ്രസന്റ് ചെയ്ത രീതിയാണ് എന്നെ ഈ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചത്. ഒന്നുകൂടെ കേൾക്കാം. പോകുന്നു വരുന്നു അങ്ങനെയുള്ള കുറച്ച് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ആ ഒരു ടൈമിലൊന്നും എൻ്റെ എക്സ് ഹസ്ബൻഡിനെ കളയണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മൈൻഡിലോട്ട് ഒരിക്കൽ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആ ഒരു തോന്നിയത് എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് വേറൊരു കോഴ്സിന് വിടാതെ ഒരു വർഷത്തോളം വീട്ടിൽ ആ ഒരു ടൈമിൽ ഞാൻ ഒരുപാട് ബുക്സ് ഒക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വായിച്ചൊരു ബുക്കാണ് ദ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക്. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ദി ആൽക്കമിസ്റ്റ് ബുക്കാണ് ഈ പുള്ളിക്കാരി ഈ ഒരു തീരുമാനം എടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. നമ്മുടെ നാട്ടില് നമ്മുടെ സമൂഹത്തില് ചുറ്റും നമ്മളൊന്ന് എത്തി നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള വിവാഹ ബന്ധ വേർപെടലുകൾ നടക്കുന്നുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ തമ്മിൽ ഒത്തുപോകുന്നില്ല, ഭർത്താവ് മുടിഞ്ഞ വെള്ളവടിയാണ്, അവർക്കോ ഇവർക്കോ ഒരാൾക്ക് അവിഹിതം, ഒരുപാട് കാരണങ്ങളാൽ ബന്ധം വേർപെടുന്നുണ്ട്. സോ ഇവരൊന്നിച്ച് പോകാൻ തീരുമാനിക്കുന്നത് പോലെ തന്നെ ഇവരൊന്നിച്ച് പോകണ്ട എന്ന് തീരുമാനിക്കുമ്പോഴും ആ ഒരു തീരുമാനത്തെ അംഗീകരിക്കുക എന്നൊരു സാധനം നമുക്കുണ്ട്. അത് അവരുടെ തീരുമാനമാണ്, അവരുടെ ജീവിതമാണ്. അത് നന്നായിട്ട് പോകണോ കുട്ടിച്ചോറാവണോ എന്നൊക്കെ ഉള്ളത് അവരുടെ കാര്യമാണ്. ഈ കാണിക്കുന്ന ലൊക്കേഷൻ മൊത്തം കൊല്ലം കേട്ടോ. ഈ പുള്ളിക്കാരി ഒരു കൊല്ലംകാരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ആവശ്യമില്ല. ആ ഒരു ബുക്കിനെ കുറിച്ചിട്ട് മിക്കവർക്കും അറിയാം. നമുക്കിടയിൽ കുഞ്ഞു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ആൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൂടുതൽ തരുന്ന ആളൊക്കെ ആണെങ്കിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതാണ് അപ്പോൾ മെയിൻ റീസൺ. ആള് ഭയങ്കര കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ തരുന്ന ഒരാളാണ്. അപ്പൊ ഈ ഒരുപാട് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് പുരുഷന്മാർക്ക് ഇല്ലാത്തൊരു സാധനമാണ് ധൈര്യം. അതായത് ഞാൻ ആ ജീവിക്കുന്ന ജീവിതം എനിക്ക് കംഫർട്ടബിൾ അല്ല. അപ്പോൾ പല കാര്യങ്ങളാൽ ഇവരെ അതിൽ ബന്ധിപ്പിച്ചിടും, പിടിച്ച് കെട്ടിയിടും. ഒന്നുകിൽ സ്നേഹമാകാം, ഇല്ലെങ്കിൽ ഇത് പോയി കഴിഞ്ഞാൽ നാട്ടുകാരെന്തരി പറയും എന്നുള്ള ചിന്തയാകാം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ വിട്ടുപോകാനുള്ള മനസ്സില്ലായ്മയാകാം, അല്ലെങ്കിൽ അങ്ങനെ കുറേ കാരണങ്ങളുണ്ടാവും. ആ ഒരു കാര്യത്തിൽ നിന്ന് ധൈര്യപൂർവ്വം ഈ പെൺകുട്ടി ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചു എന്ന് കമന്റ് ബോക്സിൽ ഞാൻ ഒരുപാട് കാണാനിടയായി. കാരണം പുള്ളിക്കാരുടെ ധൈര്യം ഇന്ന് പലർക്കും ഇല്ലാത്തൊരു സാധനമാണ് ആ സാധനം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, എനിവേ പുള്ളിക്കാരി ആഗ്രഹിച്ച പോലൊരു ജീവിതമല്ല കിട്ടിയതേ. എന്നിട്ട് ബാക്കി ആ ലൈഫ് കളയണം. പക്ഷേ ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. വീണ്ടും ആ ലൈഫ് കളയണമെന്നാട്ടോ പറയുന്നത്. എനിക്ക് ആ സെന്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഫ്രേസാണ് എനിക്ക് ഇന്നത്തെ ഒട്ടും പറ്റാത്തത്. ആ ബന്ധം കളയണം, ആ കല്യാണം കളയണം, അയാളെ കളയണം. പൂച്ചക്കുട്ടിയെ പട്ടിക്കുട്ടിയൊക്കെ കൊണ്ട് കളയുന്നത് തന്നെ തെറ്റാണ്. ആ ഒരു ലാഘവത്തോടെയാണ് അത് പറയുന്നത്. എനിക്ക് ആ പ്രസന്റ് ചെയ്ത രീതി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എൻ്റെ വ്യക്തിപരമായ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രസന്റ് ചെയ്യാം, നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രസന്റ് ചെയ്യാം, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്ലൈ ആകും കേട്ടോ എൻ്റെ ലൈഫായിട്ട്. ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ലാതെ എനിക്ക് ജീവിച്ചു. പക്ഷെ എന്നും ഇങ്ങനെ കിടന്നാൽ മതിയോ?
കയ്യിലുള്ളതെല്ലാം വിട്ടിട്ട് ഒരു നിധി അന്വേഷിച്ച് പോകുന്ന കഥയാണല്ലോ ആൽക്കമിസ്റ്റിലെ കഥ. എന്നെ സംബന്ധിച്ചിട്ട് എനിക്കിപ്പോൾ ഇത് കംഫോർട്ട്സ് ആണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, പക്ഷെ എന്തൊക്കെയോ ഒരുപാട് കുറവുകളുണ്ട്. പക്ഷെ ഇതൊരു കംഫോർട്ട്സ് ആണ്, കഷ്ടപ്പെടണ്ട. ഇപ്പം ഞാനിത് ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ഒരുപാട് സ്ട്രഗിളിലോട്ട് പോകും. പിന്നെ തുടർന്ന് പഠിക്കുക, ജോബ് മേടിക്കുക. ഓക്കെ, ഞാൻ കളയണം, ഞാൻ കളഞ്ഞു, ഞാനിത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് ബുദ്ധിമുട്ടും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഈ പുള്ളിക്കാരി ഈ ഒരു കാര്യം പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ എടുത്ത പ്രധാനമായ ഒരു തീരുമാനമാണ് ഡിവോഴ്സ് ചെയ്യുക, തൻ്റെ ഭർത്താവിനെ വേണ്ടാന്ന് വെക്കുക എന്നുള്ളത്. ആ ഒരു തീരുമാനം എടുത്തപ്പോഴത്തേനും പല തരത്തിലുള്ള ചിന്താഗതികൾ പുള്ളിക്കാരുടെ തലക്കൂടെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു റീൽ അവതരിപ്പിച്ച രീതി കേൾക്കുമ്പോഴത്തേനും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പുള്ളിക്കാരി, ഈ വീഡിയോ റീൽ ചെയ്ത പുള്ളിക്കാരി ഈ ബന്ധം വേണ്ട എന്ന് വെച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അയാൾക്ക് വേണമെന്നുണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് വേണ്ട. അതായത് പല കാരണങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് തരുന്നു, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു എന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പന്മാർ അല്ലെങ്കിൽ അതിന് മുമ്പോട്ടുള്ള തലമുറകൾ ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു, ഇവരുടെ ജീവിതം. പക്ഷെ ഇപ്പോൾ വരികയാണെങ്കിൽ ഒന്ന് അവനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകുന്നൊരു സമൂഹമാണ് ഇപ്പം നമുക്ക് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഒരു വിവാഹ ജീവിതത്തിൽ പല ആളുകളും പറയുന്നുണ്ട്, ആ സ്ത്രീ കഷ്ടപ്പെട്ട് ക്ഷമിച്ച് ബുദ്ധിമുട്ടി കടിച്ചു പിടിച്ച് ജീവിച്ചു. അങ്ങനെയൊന്നും ഇല്ല. പുരുഷന്മാരും ഇതേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കടിച്ചു പിടിച്ചും ഒക്കെ തന്നെ ജീവിക്കുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴത്തേനും രണ്ടുപേരും ചില പല അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തണം. തീരെ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡൈവോഴ്സ് എന്ന് പറയുന്ന തീരുമാനത്തിലേക്ക് എത്താം. ഈ റീലിട്ട പുള്ളിക്കാരുടെ തീരുമാനത്തെ, ചിന്താഗതികളെ ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ തീരുമാനമാണ്, അവരുടെ ലൈഫാണ്, അവർക്ക് എന്തും ചെയ്യാം. അവർക്ക് ഡൈവേഴ്സ് ചെയ്യണമെങ്കിൽ ഡൈവേഴ്സ് ചെയ്യാം, അവർക്ക് ഒന്നിച്ച് ജീവിക്കണം ഒന്നിച്ച് ജീവിക്കാം, അവർക്ക് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാം, സഹിക്കാനും ക്ഷമിക്കാനും വയ്യെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊക്കെ അവരുടെ കാര്യമാണ്. പക്ഷേ അതിനകത്ത് അവരത് അവതരിപ്പിക്കുന്നത് ഞാനത് കളഞ്ഞു ഞാനതിന് ആ സാധനം എന്നെ വല്ലാണ്ട് വേട്ടയാടി തുടങ്ങി. അതങ്ങനെ നമുക്ക് നിസ്സാരമായിട്ട് കളയാൻ പറ്റുന്നൊരു സാധനമല്ല. ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴത്തേനും അത് നിങ്ങളെ മാത്രം അഫക്റ്റ് ചെയ്യുന്നൊരു സാധനമല്ല. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറേ ആളുകൾ, ഇവരെല്ലാം ബാധിക്കുന്ന ഒരു സാധനമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വിവാഹത്തിലേക്ക് ഏർപ്പെടുമ്പോഴത്തേനും ഇത് നിങ്ങളെ കൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എനിക്ക് ഈ വിവാഹത്തിൽ ഓക്കെയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ബന്ധത്തിലേക്ക് കിടക്കുക. അല്ലാതെ ഇങ്ങനെ ഇത് എന്താണ് ഇത്? ബാക്കി പറ. ആൽക്കമിസ്റ്റിന്റെ അൽഖയ്ദ ഇതിനെ വെച്ച് കൊടുത്തത്. ജോബ് ചെയ്ത് ഏൺ ചെയ്ത് സ്വന്തമായി കാര്യങ്ങൾ നോക്കുക, ഇതൊക്കെ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ ഒരു പൊട്ടക്കണത്തിൽ തവളയായിട്ട് ഈ ഒരു ലോകത്തിൽ മാത്രം ഒതുങ്ങി കൂടാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യം ആളോട് പറഞ്ഞു എനിക്കിതുപോലെ വേണ്ട ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന്. പക്ഷെ പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ളത്. സോ പ്യുവർലി ഹെർ ഡിസിഷനാണ് ആ ഒരു ജീവിതം വേണ്ട എന്നുള്ളത്. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ അയാൾക്ക് സ്നേഹം ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയത്തില്ല. അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. അയാളുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. മാനസികാവസ്ഥയ്ക്ക് പല കാരണങ്ങളുണ്ടാവും. ഒന്നെങ്കിൽ ഇവരോടുള്ള സ്നേഹം ഉള്ളത് കൊണ്ടാവാം, ഇല്ലെങ്കിൽ ഇവളെതിലേലും പോട്ട് സമൂഹത്തിലുള്ളവർ എന്ത് പറയുമെന്ന് ചിന്തിച്ചിട്ടാകാം. പല കാരണങ്ങളും ഉണ്ടാകാം. ഏതായാലും കളയുക എന്നുള്ളത് പുള്ളിക്കാരുടെ ഇതായിരുന്നു. ഒരുപാട് ആൾക്കാർ പുള്ളിക്കാരിയുടെ ധൈര്യത്തിൽ നമ്മൾ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ബോക്സിൽ കിടക്കുന്ന ഞാൻ കണ്ടു. എനിക്കത് വലിയ ധൈര്യമായിട്ടൊന്നുമല്ല തോന്നിയത്. സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളായിരുന്നു സോൾവ് ചെയ്ത് തീർക്കുക. സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെന്നുള്ള രീതിയിൽ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഈ വീഡിയോയെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി പുള്ളിക്കാരി പുറം ലോകത്തെ അറിയിക്കാത്ത പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഈ റീൽ കേട്ടിടത്തോളം ഞങ്ങൾ ചില സ്വരച്ചേർച്ചകൾ ഉണ്ടായിരുന്നു. പുള്ളി മുടിഞ്ഞ റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. സോ എനിക്ക് പറ്റത്തില്ല, ഞാൻ ഇറങ്ങിപ്പോന്നു എന്നാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇനി എൻ്റെ തെറ്റാണെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തുക കേട്ടോ. പക്ഷെ ആള് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ടായിരുന്നില്ല. അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായപ്പോഴത്തേനും ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ റിലേഷനിൽ നിന്ന് എങ്ങനെയോ പുറത്തു വന്നു കേട്ടോ. അപ്പോഴെല്ലാം ശരിക്കും എൻ്റെ ഇത് കൊട്ടിയത്തുനിന്ന് വരുന്ന വഴിയല്ലയോ? അതല്ല നമ്മുടെ പ്രശ്നം. നമ്മൾ ഈ റിലേഷനിൽ നിന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നതേ. ബാക്കിയേക്കാം ഉണ്ടായിരുന്നത് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു നോവലാണ്. കാര്യം എന്തായാലും സ്ട്രഗിൾ ഉണ്ടാവും. നിധി തേടി പോകുമ്പോഴത്തേനും ആ പോകുന്ന വഴികളൊന്നും അത്ര അടിപൊളി വഴികളൊന്നും ആയിരിക്കില്ലല്ലോ. ഞാൻ ഇപ്പോൾ ആയിട്ട് നിൽക്കുന്ന ഈ വഴികളിലെല്ലാം ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു ഈ വഴികളൊക്കെ. പക്ഷെ ഞാൻ ഇപ്പോൾ ശബരിമലയ്ക്കാണ് പോയത്, കല്ലും മുള്ളും നിറഞ്ഞ വഴികളിൽ പോകാൻ. ഇതിനകത്ത് ഈ ഒരു ബുക്കാണ് ഈ പുള്ളിക്കാരി ഈ തീരുമാനം എടുക്കാനായിട്ട് മെൻ്റലി സ്ട്രോങ് ആക്കിയത്. ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. നിങ്ങൾ വായിക്കുന്ന ബുക്കുകൾ, കാണുന്ന കഥകൾ, കാണുന്ന മറ്റ് ജീവിതങ്ങൾ, കാണുന്ന ചില യൂട്യൂബ് വീഡിയോസ്, അങ്ങനെ നിങ്ങൾക്ക് കൺമുന്നിൽ കാണുന്ന പല ജീവിതങ്ങളും കഥകളും എല്ലാം നിങ്ങളെ പല തരത്തിൽ സ്വാധീനിക്കാൻ സാധ്യതകളുണ്ട്. ഈ ഒരു ജീവിതം, ഈ കുട്ടിയുടെ റീൽ കണ്ടിട്ട് നിങ്ങൾ ആരും സ്വാധീനിക്കപ്പെടരുത്. കാരണം ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയായില്ല. ഈ പുള്ളിക്കാരിക്ക് ചിലപ്പോൾ രണ്ടാമത്തെ ജീവിതം ശരിയായിട്ടുണ്ടാവാം, നിങ്ങൾക്കത് ശരിയാവണമെന്നില്ല. സോ ഈ പുള്ളിക്കാരിയുടെ ശരിക്കുള്ള സ്വഭാവം നല്ല സ്വഭാവമായിരുന്നിരിക്കാം, അതുകൊണ്ട് രണ്ടാമത്തെ ഒരു ജീവിതം സക്സസ്ഫുൾ ആയിരുന്നിരിക്കാം. പക്ഷേ നമ്മളിങ്ങനെ ഒരു എടുത്ത് ഇവിടെ ഒരാളുമായിട്ട് നമ്മൾ കല്യാണം കഴിച്ച് ജീവിക്കുന്നു, എന്തോ ഒരു പ്രശ്നം, സംതിങ് ഹാപ്പൻ,
ഇപ്പം അത് വേണ്ട, നമുക്ക് ഇത് പോവാം എന്ന് പറഞ്ഞ് പോകുന്നൊരു ക്യാരക്ടറാണ് നിങ്ങളെങ്കിൽ അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കാതിരിക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തതിന് ശേഷം ഇമാതിരി അൽക്വയ്ത പരിപാടിയിലേക്ക് എടുത്തിച്ചാടുക. നമുക്ക് ബാക്കിയേക്കാം. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും ഇൻഫ്ലുവൻസ് ആകരുത്. അവർക്ക് ശരിയായി അവരുടെ രണ്ടാം ജീവിതം പറയുന്നുണ്ട്, അത് നന്നായെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് നന്നാവണമെന്നില്ല കേട്ടോ. ഇത് കണ്ട് ആരും ഇൻഫ്ലുവൻസ്ഡ് ആവരുത്. നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അത് എൻ്റെ ഇപ്പോഴത്തെ ലൈഫ്, ഇതെനിക്ക് നീതി തന്നെയാണ്. എൻ്റെ ഈ ഒരു ഫ്രീഡം, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊന്നും ആ ഒരു ലൈഫിൽ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കഴിയത്തില്ലായിരുന്നു ചെയ്യാൻ വേണ്ടി. 2015 കേട്ടോ എൻ്റെ ഫസ്റ്റ് മാരേജ്. 2021 ഞാൻ എൻ്റെ സെക്കൻഡ് മാരേജ് ചെയ്തു. ഞാൻ എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു അതെല്ലാം തന്നെ എൻ്റെ ഈ ലൈഫിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റൈൽ നന്നായിരിക്കട്ടെ, വളരെ നന്നായിരിക്കട്ടെ. അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. നിങ്ങൾ ഏറ്റെടുത്ത രണ്ടാമത്തെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് അറിഞ്ഞതിൽ തന്നെ സന്തോഷം. ആദ്യത്തെ ആളുടെ അവസ്ഥ ഇപ്പം എന്താണ്, ബെഡിയാണോ പുകയാണോ നന്നായി ജീവിക്കണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഫാർ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ ലൈഫിലോട്ടുള്ള വരവ് ഭയങ്കര ദുർഘടം തന്നെയായിരുന്നു. ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റൊരു കാര്യം ചിന്തിച്ചാൽ മതി. ഞാൻ എപ്പോഴും മൈൻഡിൽ വിചാരിച്ചാണ് ഇത് എൻ്റെ ഒരു ഇറക്കമാണ്, പക്ഷെ എനിക്ക് ഇനി ഒരു കയറ്റുണ്ട്. ആ ഒരു ചിന്തയിലാണ്. എൻ്റെ ദൈവമേ, ഇനിയൊരു കയറ്റം കൂടുണ്ടോ? എൻ്റെ വളനി എൻ്റെ ലൈഫിലാണെങ്കിൽ ഞാൻ ഈ കയറ്റത്തോട് കയറ്റം കയറിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് ഒരു ഇറക്കം വരുന്നത് നോക്കി ഒന്ന് ആശ്വസിക്കാൻ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ. അപ്പോൾ ഇതാണ് സംഭവം. ഈ വീഡിയോ ഞാൻ എടുക്കാനുണ്ടായ പ്രധാന കാരണം, നമ്മുടെ ഒരു ചുറ്റുപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ ഈ യൂട്യൂബ് റിയാക്ഷൻ വീഡിയോ എന്ന മേഖലയിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുടെ ജീവിതം കണ്ടു. എല്ലാം ഡൈവേഴ്സ്, അപ്പോൾ തുമ്മി ഡൈവേഴ്സ്, അവൻ രാത്രി ഉറക്കത്തിൽ കൂർക്കം വലിച്ച് ഡൈവേഴ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഞാൻ ഒരുപാട് കാണുന്നത്. അപ്പോൾ എനിക്ക് ആരൊക്കെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഇതിനെക്കുറിച്ച് പറയാനൊന്നും. പക്ഷേ ഇതൊന്നും കേൾക്കുമ്പോഴത്തേനും എന്തോ എവിടെ ഒരു തകരാറുള്ളത് പോലെ എന്ന് എനിക്ക് തോന്നി. സോ ഒരു കല്യാണ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ചെടുക്കേണ്ട ഒരുപാട് തീരുമാനങ്ങളുണ്ട്. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിന്നാലേ ഒരു ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. അങ്ങനെ നിൽക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഇത്തരത്തിലൊരു വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുക. നിങ്ങൾ എനിക്ക് വേണ്ട, എനിക്കതിനങ്ങ് കളയണം എന്ന് തോന്നി, ഞാനങ്ങ് കളഞ്ഞ് എന്ന് പറഞ്ഞ് മാസടിച്ച് ഇറങ്ങി വരുമ്പോൾ അപ്പുറത്തെ ഒരാളുടെ മാനസികാവസ്ഥയും കൂടെ ചിന്തിക്കണം. അയാൾ നല്ലവനാട്ടെ ചീത്തവരുത്തനാട്ടെ, അയാൾ മാനസിക സമ്മർദ്ദം കീപ്പ് ചെയ്യാൻ ഓക്കെ ആയിട്ടൊരാളാട്ടെ, എന്തുവാട്ടെ, ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ നമ്മുടെ സൊസൈറ്റി മൊത്തം സപ്പോർട്ട് ചെയ്യുന്നവരാ. സ്ത്രീ അവൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിന്നിട്ട് അവളുടെ ചങ്കൂറ്റം കണിച്ച് ഇറങ്ങി വന്ന് ആ പുരുഷൻ്റെ കാര്യം കൊണ്ടൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. ഏതായാലും ഈ പുള്ളിക്കാരുടെ ജീവിതം നന്നായിട്ട് പോട്ടെ. അപ്പോൾ ഞാൻ ഇത് ആരെ ഐഡിയ എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇനി ഞാൻ പറഞ്ഞിട്ട് നിങ്ങളത് തപ്പിപ്പോയിട്ട് അതിൻ്റെ പുറകെ വള്ളി പിടിക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ഈ ഡൈവേഴ്സിനെ കുറിച്ചിട്ടും ഈ പുള്ളിക്കാരി എടുത്ത ആർക്കിമിഡീസിൻ്റെ അത് ഞാൻ മറന്നുപോയി, എനിക്ക് അങ്ങനെ വായനാശീലമില്ല. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തി മറ്റൊരു ഇട്ടാണ്. ബൈ.